ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കുന്നത് പായസമാണ്. ഒരു വെറൈറ്റി പായസം. മത്തങ്ങയും കോളിഫ്ലവറും ചേർന്നിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കോമ്പിനേഷൻ അത്, മത്തങ്ങയും കോളിഫ്ലവർ എന്ന്. പക്ഷേ ഞാൻ ഉറപ്പ് തരാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് നമ്മുടെ ഈ മത്തങ്ങയും കോളിഫ്ലവർ പ്രഥമൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അടിപൊളി പായസം ഉണ്ടാക്കാം. പ്രഥമൻ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം മത്തങ്ങയും കോളിഫ്ലവറും വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മത്തങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാൻ കോളിഫ്ലവർ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് പച്ചക്കറി ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി വേവണം. 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഏറ്റവും കുറഞ്ഞത് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഉടയ്ക്കണം. മിക്സിയിൽ അരയ്ക്കരുത്, നമ്മൾ താവി വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്താൽ മതി. അപ്പം നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ ചെറിയ പീസൊക്കെ കടിക്കുന്നതൊക്കെ രുചി തന്നെ. പക്ഷെ നമ്മൾ പായസം മുഴുവൻ ഉണ്ടാക്കി വരുമ്പോൾ ഇതെല്ലാതും അതിനോട് ഇങ്ങനെ ചേർന്ന് പോവും. ഇനി നമ്മൾ നെയ്യിൽ ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെയും മത്തങ്ങയുടെയൊക്കെ ഒരു പച്ച മണം പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും 5 മിനിറ്റ് തന്നെ വഴറ്റണം. അപ്പോൾ അങ്ങനെ കളറൊക്കെ കുറച്ചിങ്ങനെ മാറി വരും. അതിലേക്ക് നമുക്ക് ശർക്കര സിറപ്പ് നമുക്കൊരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിങ്ങനെ സിറപ്പായിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾ ശർക്കരയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 400 ഗ്രാം ശർക്കര ഇതിലേക്ക് വേണ്ടി വരും. നല്ല മധുരമുള്ള നല്ല പായസമാണെങ്കിൽ. അധികം മധുരം ഇഷ്ടമല്ലെങ്കിൽ 300-350 ഗ്രാം വരെ ചേർത്താൽ മതിയാകും. ഇതാകുമ്പോൾ ശരിക്കും നല്ല പായസത്തിൻ്റെ നല്ല മധുരം ഉണ്ടാവും. ഇനി നമ്മൾ ഈ ശർക്കരയിലും ഒന്ന് ഈ മത്തങ്ങയും കോളിഫ്ലവറും ഒന്നിങ്ങനെ വരട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 2 തേങ്ങയുടെ 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മളിതിലേക്ക് ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ മത്തങ്ങയും കോളിഫ്ലവറും അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് പായസം ചെയ്യുമ്പോൾ പായസം ഇങ്ങനെ കട്ടിയിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണിയാണ്. അതോടൊപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. കുറച്ച് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെ മിക്സ് ചെയ്യുക. വെള്ളത്തിലൊന്നും മിക്സ് ചെയ്യരുത്, തേങ്ങാപ്പാലിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിനോടുകൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണിലും കൂടണ്ട, അപ്പം ഇങ്ങനെ കുറുകുന്നത് കൂടും. എന്നിട്ട് നമ്മൾ ഈ 2ാം പാൽ ചേർത്ത് തിളയ്ക്കുന്നതിനോടൊപ്പം ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറുകി വരുന്നിട്ട് പായസപ്പാകത്തിലിങ്ങനെ എത്തും. അത് നമ്മൾ വീണ്ടും 2-3 മിനിറ്റ് നേരം ഇളക്കി അതിങ്ങനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് കുറുക്കി എടുക്കണം. അപ്പം അതും പാകമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ 2 തേങ്ങയുടെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് 1ാം പാൽ. അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിനിങ്ങനെ തിളച്ച് മറിയരുത്. നമ്മളൊന്നിങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നന്നായി തിളക്കരുത്. തിള വന്നിങ്ങനെ ആയാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക്. അപ്പോൾ ഒട്ടും പിരിഞ്ഞു പോവില്ല. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് തേങ്ങാക്കൊത്ത്. അപ്പോൾ നമുക്കെല്ലാം നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ തേങ്ങാക്കൊത്ത്, നല്ല മൂത്ത തേങ്ങയുടെ പീസാണിത്, അതിലേക്ക് ചേർത്തു. ഇനി അതിങ്ങനെ മൂത്ത് കളറിങ്ങനെ മാറി വരുന്ന പാകമായി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക്
അണ്ടിപ്പരിപ്പ് ചേർത്ത്, കാരണം അണ്ടിപ്പരിപ്പൊക്കെ പെട്ടെന്ന് മൂത്ത് വരുന്നതാണ്. ഇനി അണ്ടിപ്പരിപ്പും തേങ്ങയുടെയും കളർ ഇങ്ങനെ മൂത്ത് ബ്രൗൺ ആയി വരുന്ന സമയത്താണ് നമ്മൾ കിസ്മിസ് ചേർത്ത് കൊടുക്കേണ്ടത്. കിസ്മിസ് എന്ന് പറഞ്ഞാൽ ഒട്ടും സമയം വേണ്ട, പെട്ടെന്ന് അത് വറുത്ത് കിട്ടും. അപ്പോൾ ഇത് മൂന്നും വറുത്ത് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമുക്കിതൊക്കെ പാകമായിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ ഞാൻ പായസങ്ങളിൽ ചേർക്കാത്തതാണ് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, അങ്ങനെയുള്ള പൊടികളൊന്നും ഞാൻ ചേർക്കാറില്ല. പക്ഷേ ഈ പായസത്തിന് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ തന്നെ ഇട്ടാൽ അതിൽ കൂടരുത്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും മിക്സ് ചെയ്യുക. കാരണം ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കരുത്, പക്ഷെ ഇതിനോട് ചേർന്നിട്ട് ചെറുതായിട്ടൊരു ഏലക്കയുടെ ഫ്ലേവറും കൂടി വേണം. അപ്പോൾ നമ്മുടെ പായസം റെഡി. അപ്പോൾ നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വരട്ടുന്നതാണത്. ശർക്കരയിൽ നെയ്യിലൊക്കെ വരട്ടുമ്പോഴാണ് ആ കോളിഫ്ലവറിനുണ്ടാകുന്ന പച്ചമണമൊക്കെ മാറുക. അല്ലെങ്കിൽ ഈ പച്ചക്കറി വിഭവങ്ങളുണ്ടാകും, പച്ചക്കറി വെച്ചിട്ട് നമ്മൾ പായസം ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ നന്നായി വരട്ടിയെടുക്കണം. അപ്പോഴാണ് ആ പ്രഥമൻ്റെ രുചിയിലേക്ക് ഈ പച്ചക്കറിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം വരട്ടൊന്നും ചെയ്യാതെ വെറുതെ ശർക്കര ഒഴിക്കുക, നെയ്യ് ചേർക്കുക, അങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ രുചി കിട്ടില്ല. അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള പായസം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം, കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി വന്നാൽ തന്നെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്നും പായസം ഉണ്ടാക്കി കുടിക്കില്ലല്ലോ, വല്ല വിശേഷ ദിവസം അല്ലെങ്കിൽ വല്ലപ്പോഴും നിങ്ങൾക്ക് അത് കുടിക്കാൻ തോന്നുമ്പോൾ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം വയ്ക്കുക. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ വളരെ രുചികരമായിട്ടുള്ള പായസമാണ് നമ്മുടെ ഈ മത്തങ്ങ കോളിഫ്ലവർ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.